6, 0, 4, 1, 5 minus 7 and verify that A11 A31 plus A12 A32 plus A13 A33 is equal to 0. അപ്പം നിങ്ങളുടെയും കൂടെ സഹായ സഹകരണത്തോടാണ് നമ്മളിത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ആ ഡിറ്റർമിനൻ്റ് ഒന്ന് എഴുതാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഒന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് 2 minus 3 5 6 0 4 1 5 minus 7 1 5 മൈനസ് 7. ഇനി എന്തോ വെരിഫൈ ചെയ്യേണ്ടത്? verify that A11 A31 plus A12 A32 A12 A32 plus A13 A33 is equal to 0. ഇത് സ്മോൾ ലെറ്റർ A13 A33 ഈക്വൽ എന്തെന്ന് പ്രൂവ് ചെയ്യണം? 0. ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? രണ്ട് പിള്ളേർ മിണ്ടുന്നില്ല. ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? പിള്ളേരെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ എന്ന്? ഒരാളെ ഉള്ളു, ബാക്കിയെല്ലാവരും എന്തേ? ഓക്കെ, എന്നിട്ട് ഞാൻ ഈ പറയുന്ന ആളുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. A11 A12 A13 ഇവരാരായിരിക്കും? മെട്രിക്സ് അല്ല, ഡിറ്റർമിനൻ്റാ. നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനന്റിലെ പറഞ്ഞോ ശരിയാ. പിന്നെ ഫസ്റ്റ് റോയിലെ എലമെന്റുകളാണ്. അതിനകത്ത് ആർക്കെങ്കിലും സംശയമുണ്ടോ? A11 എത്ര? A11 2. അടുത്ത A12 -3. ഏതാ? -3. A13 5. ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന A31 A32 A33 ഇവരെ കണ്ടോ? ഇവരാരാ? കോഫാക്ടേഴ്സ്. ആരുടെ കോഫാക്ടർ? തേർഡ് റോയിലെ എലമെന്റിന്റെ കോഫാക്ടർ. ഇതാണ് ബാലു മുമ്പേ സംശയം ചോദിച്ചത്. ഫസ്റ്റ് റോയിലെ എലമെന്റുകളെ മിണ്ടുന്നില്ല. ഫസ്റ്റ് റോയിലെ എലമെന്റുകളെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ ഉത്തരം എന്ത് കിട്ടുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചത്? 0 കിട്ടും. അതിവിടെ വെരിഫൈ ചെയ്യാൻ പോകും. പക്ഷെ അതിന് മുമ്പ് ചോദ്യമുണ്ട്. ഈ ഡിറ്റർമിനന്റിനകത്തിലെ എല്ലാ എലമെന്റിന്റെയും മൈനറും കണ്ടുപിടിക്കണം, കോഫാക്ടറും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യത്തെ സഹായം ചെയ്തു തരേണ്ടതെന്ന് പറയുന്നത് അഖില മുമ്പേ വായിച്ചായിരുന്നു. അനന്യ, ലക്ഷ്മി, ഗോവൻ. നമുക്കൊരു ഓർഡറിലങ്ങ് വായിക്കാം. അശ്വിനി ശ്രീകുമാർ ഉണ്ടോ? ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റ് കണ്ടോ? ആരാത്? 2. അതിന്റെ മൈനറിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? M11. എങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞാട്ടെ? M11 ഈക്വൽ ആ എലമെന്റ് കിടക്കുന്ന 2 എന്ന് പറയുന്ന എലമെന്റ് കിടക്കുന്ന റോയും ഡിലീറ്റ് ചെയ്യണം, കോളവും ഡിലീറ്റ് ചെയ്യണം. അപ്പൊ എന്താ കിട്ടും? ഡിറ്റർമിനന്റ് 0 4 5 -7. അശ്വിൻ ഉത്തരം വായിച്ചോ? This is equal to 0 - 20 equal -20. 0 into -7 ആണോ? -5 into 4. 0 into -7 0. -5 into 4 20. 0 minus 20 20. -20. അപ്പോൾ M11 ആയി. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ കണ്ടുപിടിക്കണം പറഞ്ഞാട്ടെ. A11 ഈക്വൽ
-1 റൈസ് ടു -1 റൈസ് ടു into -20. -1 റൈസ് ടു 1 plus 1. അതുകൊണ്ട് ഈ സഫിക്സ് കിടക്കുന്ന നമ്പർ തമ്മിൽ ആഡ് ചെയ്യണം 1 + 1. ഇനി അതിന്റെ കറസ്പോണ്ടിങ് മൈനർ എത്ര? -20. അപ്പോൾ -1 റൈസ് ടു 1 അധികം 1 2 2. ഇൻറ്റു -20. നെഗറ്റീവ് നമ്പറിന്റെ പവറായിട്ട് വന്നിരിക്കുന്ന 2 എന്ത് നമ്പറാണ്? Even number. ഈവൻ നമ്പർ വന്നാൽ Positive. പോസിറ്റീവ്. 1നെ 2 പ്രാവശ്യം ഗുണിച്ചാൽ 1. 1 ഇൻറ്റു -20. 1 ഇൻറ്റു -20. -20. അപ്പോൾ ഒന്നാമത്തെ എലമെന്റിന്റെ മൈനറുമായി കോഫാക്ടറുമായി ഇങ്ങനെയാണ് അവിടെ കിടക്കുന്നത്. ആണ് സാർ. ഓക്കെ, ശരി. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ഇല്ല സാർ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ എലമെന്റിന്റെ മൈനറിലോട്ടും കോഫാക്ടറിലോട്ടും പോകാവോ? രണ്ടാമത്തേതിന്റെ മൈനറിലോട്ടും കോഫാക്ടറിലോട്ടും പോകാവോ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാൻ ദേവനന്ദ ഉണ്ടോ? ഇല്ല. ഐശ്വര്യ പ്രകാശ് സർ പറഞ്ഞാട്ടെ. രണ്ടാമത്തെ എലമെന്റിന്റെ മൈനറിനെ എങ്ങനെ എഴുതും? M12. ഓക്കെ. M12 എങ്ങനെ ഐശ്വര്യ കണ്ടുപിടിക്കുന്നത്? ആദ്യത്തെ ആ എലമെന്റ് ഉൾക്കൊള്ളുന്ന റോയും ഡിലീറ്റ് ചെയ്യണം, കോളവും ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള ഡിറ്റർമിനന്റ് എഴുതണം. പറഞ്ഞാൽ ഡിറ്റർമിനന്റ് 64 1 - 7. ഓക്കെ. ദിസ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു പറഞ്ഞു ഞാനല്ലേ എഴുതണം. -7 minus 1 into 4 6 ഇൻറ്റു -7 equal -42 -4 -46. ഓക്കെ. അപ്പൊ മൈനറായി. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ പറഞ്ഞേ. A12 equal സോറി, A12 ഈക്വൽ -1 1 plus 2 -1 റൈസ് ടു 1 + 2 into -46. ഓക്കെ. ഈക്വൽ -1 റൈസ് ടു 1 അധികം 2 3 ഇൻറ്റു -46. ഓക്കെ. നെഗറ്റീവ് നമ്പറിന്റെ പവറായിട്ട് വന്നിരിക്കുന്ന 3 എന്ത് നമ്പര്? ഓഡ് നമ്പർ. ഓഡ് നമ്പർ വന്നാൽ ഉത്തരത്തിന്റെ ചിഹ്നം മൈനസ്. 1നെ 3 പ്രാവശ്യം ഗുണിച്ചാൽ 1 ഇൻറ്റു -46. -1 ഇൻറ്റു -46 46. രണ്ടാമത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിച്ചാൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പൊ നമുക്ക് ആ റോയിലെ മൂന്നാമത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാം. എത്രാമത്തെ എലമെന്റിന്റെയാണ്? മൂന്നാമത്തെ. അപ്പൊ മൂന്നാമത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കേണ്ടത് ആദിലയാണ്. ആദിലെ പറഞ്ഞാട്ടെ, മൂന്നാമത്തെ എലമെന്റിന്റെ മൈനറിനെ എങ്ങനെ എഴുതും? M13. അപ്പോൾ M13 ഈക്വൽ എങ്ങനെയാണ് M13 കണ്ടുപിടിക്കുന്നത്? ഡിറ്റർമിനന്റ് ആ എലമെന്റ് റോയും കോളും ഡിലീറ്റ് ചെയ്യുക. അന്നേരം ഡിറ്റർമിനന്റ് 6015. ഓക്കെ. ദിസ് ഈസ് ഈക്വൽ ടു പറഞ്ഞു ശരിയാ? പോയോ അതില? സാർ ഉണ്ട്. പറഞ്ഞോ. 6 × 5 - 1 × 0. 1 × 0. 6 × 5
അതിലിറങ്ങിക്കൂടെ 30 minus 0. 30 മൈനസ് 0 സാർ നെറ്റ് കട്ടാവും. കുഴപ്പമില്ല 30 മൈനസ് 0 30. 30. ഓക്കെ, ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് 30. കോഫാക്ടർ പറഞ്ഞേ. A13 is equal to A13 is equal to minus 1 raised to 1 plus 3 into 30. 30. അപ്പോൾ മൈനസ് 1 റൈസ് ടു 1 പ്ലസ് 3 എത്ര? 4. ഇൻറ്റു 30. നെഗറ്റീവ് നമ്പറിന്റെ പവറായിട്ട് വന്നിരിക്കുന്ന 4 എന്ത് നമ്പർ? ഈവൻ നമ്പർ. ഈവൻ നമ്പർ വന്നാൽ ആൻസറിന്റെ ചിഹ്നം പോസിറ്റീവ്. ഓക്കെ, 1നെ 4 പ്രാവശ്യം ഗുണിച്ചാൽ 1. അപ്പോൾ 1 ഇൻറ്റു 30. 1 ഇൻറ്റു 30 30. അപ്പോൾ ഒന്നാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റിന്റെ മൈനറും കിട്ടി, കോഫാക്ടറും കിട്ടി. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. നോട്ടിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത രണ്ടാമത്തെ റോയിലേക്ക് പോവാണ്. രണ്ടാമത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറും, രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോ അശ്വിനി എ ഉണ്ടോ? പറഞ്ഞു അശ്വിനി. രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റ് ഏതാ? രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റ് 6. അതിന്റെ മൈനർ എങ്ങനെ എഴുതും? M21. M21 ഈക്വൽ പറഞ്ഞാട്ടെ. ഡിറ്റർമിനന്റ് ആ എലമെന്റ് ഉൾക്കൊള്ളുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഡിറ്റർമിനന്റ് -3 5 5 - 7. 5 - 7. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു -3 into -7 -3 into -7 minus 5 into 5. -3 into -7 21. minus 5 into 5 25. 21 25 കുറച്ചാൽ -4. ഓക്കെ. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ എങ്ങനെ എഴുതും പറഞ്ഞാട്ടെ. A21 is equal to -1 raised to 2 plus 1 into -4. into -4. അപ്പോൾ -1 raised to 2 plus 1 എത്ര? 3 into -4. നെഗറ്റീവ് നമ്പറിന്റെ പവറായിട്ട് വന്നിരിക്കുന്ന 3 എന്ത് നമ്പർ? ഓഡ് നമ്പർ വന്നാൽ ആൻസറിന്റെ സൈൻ മൈനസ്. 1നെ 3 പ്രാവശ്യം ഗുണിച്ചാൽ 1 ഇൻറ്റു -4. -1 ഇൻറ്റു -4 4. അപ്പോൾ രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കിട്ടി. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഇവിടെ നട്ടുച്ചയ്ക്കിരുന്ന് ഉറങ്ങുവന്ന് എല്ലാവരും ഇവിടെ? ഇല്ല സാർ. ആണ്. ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്തത് രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറുമാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കേണ്ടത് ഇപ്പൊ ആരായിരുന്നു വായിച്ചത്? അശ്വിനിയേ ഇല്ലയോ? അടുത്തത് വിസ്മയ വിനോദ് എന്ന് പറഞ്ഞാട്ടെ. രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെന്റിന്റെ മൈനറിനെ എങ്ങനെ എഴുതും? അതിനകത്തിലെ രണ്ടാമത്തെ റോയും കോളവും ഡിലീറ്റ് ചെയ്യണം. അല്ല, അപ്പൊ അതിനെ എങ്ങനെ എഴുതും? സിമ്പിൾ എങ്ങനെ എഴുതും? ഡിറ്റർമിനന്റ് 2 5 1 ഞാൻ ചോദിച്ചല്ലേ സിമ്പിൾ എങ്ങനെ എഴുതും? M22 ഈക്വൽ M22 is equal to determinant 2 5 1 - 7. 2 5 1 - 7. പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 2 into -7 minus 1 into 5. 2 into -7 is equal to -40. minus 1 into 5 -5.
-14 -5 മൈനസ് -19. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ പറഞ്ഞേ. കറസ്പോണ്ടിങ് കോഫാക്ടർ പറഞ്ഞേ. A22 ഈക്വൽ -1 റേസ് ടു all raised to 2 plus 2 ഇൻറ്റു -19 into -19. അപ്പം -1 റേസ് ടു 2 അധികം 2 4 ഇൻറ്റു -19. നെഗറ്റീവ് നമ്പറിന്റെ പവറായിട്ട് കിടക്കുന്ന 4 എന്ത് നമ്പർ? even number. ഈവൻ നമ്പർ വന്നാൽ ആൻസറിന്റെ സൈൻ plus പ്ലസ്. അപ്പോൾ പ്ലസ് 1നെ 4 പ്രാവശ്യം ഗുണിച്ചാൽ 4 1നെ അല്ല 1 ഇൻറ്റു -19. 1 ഇൻറ്റു -19 -19. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കിട്ടി. ഇത് കണ്ടുപിടിച്ചാൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇത് കണ്ടുപിടിച്ചാൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഓക്കെ. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കേണ്ടത് ഇപ്പോൾ വായിച്ചത് വിസ്മയ വിനോദ്. നന്ദനയുണ്ടോ? ഇല്ല. ബാലു ഉണ്ടോ? ഉണ്ട് സാർ. ബാലു, രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റിന്റെ മൈനറിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? M23. M23. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കുന്നേ? M23 is equal to determinant 2 minus 3. എലമെന്റ് കിടക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ഡിറ്റർമിനന്റ് 2 minus 3 1 5. ഓക്കെ. ദിസ് ഈസ് ഈക്വൽ ടു 2 into 5 minus 1 into -3. ഓക്കെ. 2 into 5 10 minus -3. ഓക്കെ. ദിസ് ഈസ് ഈക്വൽ ടു Minus 3. 10 10 plus 3 ഈക്വൽ is 13. Is equal to 13. ഓക്കെ. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ A23 ഈക്വൽ -1 raised to 2 plus 3 ഇൻറ്റു into 13. അപ്പോൾ -1 റൈസ് ടു 2 അധികം 3 5 ഇൻറ്റു 13. നെഗറ്റീവ് നമ്പറിന്റെ പവറായിട്ട് 13. വന്നിരിക്കുന്ന 5 എന്ത് നമ്പർ? Odd number. ഓഡ് നമ്പർ വന്നാൽ Negative. നെഗറ്റീവ് വരും. അപ്പം മൈനസ് ഇനി 1നെ 5 പ്രാവശ്യം ഗുണിച്ചാൽ 1 ഇൻറ്റു 13. 13 -1 ഇൻറ്റു 13. -13. ഓക്കെ. അപ്പം രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിച്ചതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഇല്ല. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ റോയിലേക്ക് പോകാം. നമ്മളിനി മൂന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റിന്റെ മൈനറും അതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടറും കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കേണ്ടത് മീനാക്ഷി DR ആണ്. മീനാക്ഷി, മൂന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റിന്റെ മൈനറിനെ എങ്ങനെ എഴുതും? M31. എങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞാട്ടെ? ഡിറ്റർമിനന്റ് -3 5 04. ദിസ് ഈസ് ഈക്വൽ ടു 3 -3 into 4 minus 0 into 5. ഓക്കെ. -12 -0.
ആ ഈക്വൽ minus 12. ആ ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ പറഞ്ഞ് A31 is equal to ആ -1 റൈസ് ടു minus 3 plus 1 into minus 12. -12. അപ്പോൾ -1 റൈസ് ടു 3 + 1 എത്ര? Minus 1 raised to 4 into minus 12. നെഗറ്റീവ് നമ്പറിന്റെ പവറായിട്ട് കിടക്കുന്ന 4 എന്ത് നമ്പർ? Even number. ഈവൻ നമ്പർ വന്നാൽ ആൻസറിന്റെ സൈൻ Negative. അടിപൊളിയായിട്ടുണ്ട്. നെഗറ്റീവ് നമ്പറിന്റെ പവറായിട്ട് ഈവൻ നമ്പർ വന്നാൽ ആൻസറിന്റെ സൈൻ Positive. പോസിറ്റീവ്. 1നെ 4 പ്രാവശ്യം ഗുണിച്ചാൽ 1 into minus 12. ആൻസർ Minus 12. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റിന്റെ മൈനർ കണ്ടുപിടിച്ചതിൽ മൈനറും കോഫാക്ടറും കണ്ടുപിടിച്ചതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഇല്ല സാർ. അപ്പോൾ ഇനി നമ്മൾ ആ റോയിലെ രണ്ടാമത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കേണ്ടത് നയനയാണ്. നയനെ പറഞ്ഞാട്ടെ. M32. M32 പറഞ്ഞാട്ടെ. M32 ഈക്വൽ Determinant 564. ഡിറ്റർമിനന്റ് 2564. This is equal to 2 into 4 minus 2 into 4 minus into 5 2 into 4 എത്ര? equal to 8 minus 6 into 5 30 8 minus 30 minus 22. minus 22. ഓക്കെ. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ പറഞ്ഞ്. A32 is equal to A32 is equal to minus 1 raised to 3 plus 2 minus 1 raised to 3 plus 2 into minus 22 equal minus 1 raised to 3 plus 2 5 into minus 22. നെഗറ്റീവ് നമ്പറിന്റെ പവറായിട്ട് വന്നിരിക്കുന്ന 5 എന്ത് നമ്പർ? odd number. ഓഡ് നമ്പർ വന്നാൽ ആൻസറിന്റെ സൈൻ negative. നെഗറ്റീവ്. അപ്പോൾ -1നെ 5 പ്രാവശ്യം ഗുണിച്ചാൽ 1 ഇൻറ്റു minus 22. -1 into minus 22 22. ഓക്കെ. മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിച്ചാൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ നമ്മൾ മൂന്നാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റ് ലാസ്റ്റ് എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ലാസ്റ്റിലത്തെ എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കേണ്ടത് നയന. ആദിത്യൻ സൂരജ് ഉണ്ടോ? ആദിത്യൻ സൂരജ് ഉണ്ടോ? ആദിത്യൻ ഇല്ലയോ? ആദിത്യൻ സൂരജ് പറഞ്ഞാടാ ആദിത്യ. ലാസ്റ്റിലത്തെ ആദിത്യ ഇച്ചിരി അടുത്തിരുന്ന് പറയാം, സൗണ്ട് കേൾക്കുന്നില്ല. ലാസ്റ്റിലത്തെ എലമെന്റിന്റെ M33 is equal to M33 is equal to ഏതാ? determinant 2 minus 3 60 2 minus 3 60 equal 60 equal to 2 into 0 minus
6 into -3. 2 into 0. 6 into -3. 2 into 0. 0. 0. Minus 6 into -3. -3 -18. -18. Minus 0 18. minus -18. 80. 18. ഒരു സെക്കൻഡ്. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് ആരെ കണ്ടുപിടിക്കണം? കോഫാക്ടർ കണ്ടുപിടിക്കണം. പറഞ്ഞാട്ടെ, കറസ്പോണ്ടിങ് കോഫാക്ടർ എങ്ങനെ എഴുതാൻ പറഞ്ഞാട്ടെ. A33 is equal to ഒരു സെക്കൻഡ്. A33 is equal to -1 all raised to 3 plus 3 into 18. ഓക്കെ, അപ്പോൾ -1 റൈസ് ടു 3 plus 3 6. നെഗറ്റീവ് നമ്പറിന്റെ പവറായിട്ട് വന്നിരിക്കുന്ന 6 എന്ത് നമ്പര്? ഈവൻ നമ്പർ വന്നാൽ ആൻസറിന്റെ സൈൻ നെഗറ്റീവ് തന്നെ. ഈവൻ നമ്പർ വന്നാലോ? നെഗറ്റീവ് തന്നെ വരും. അല്ല, ഈവൻ നമ്പർ വന്നാൽ പോസിറ്റീവ് തന്നെ വരും. പോസിറ്റീവ്. പോസിറ്റീവ്. ഇനി 1നെ 6 പ്രാവശ്യം ഗുണിച്ചാൽ 1 into 18. 1 into 18. 80. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനന്റിലെ 6 എലമെന്റുകളുടെയും മൈനറും കണ്ടുപിടിച്ചു. മൈനറും കണ്ടുപിടിച്ചു. കോഫാക്ടർ. ഇനി ഇത് വെച്ചോണ്ടാണ് നമുക്ക് ഒരു കാര്യം പ്രൂവ് ചെയ്യാനുള്ളത്, അല്ലേ? ഓക്കെ, അപ്പോൾ ആ പ്രൂവ് ചെയ്യാനുള്ളതിൻ്റെ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മുടെ മീനാക്ഷി, നയന, ആദിത്യൻ, ശ്രീപൂർണ്ണ ഒന്ന് വായിച്ചാൽ പ്രൂവ് ചെയ്യാനുള്ളതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. സാർ, A11 into A31 plus A12 into A32 plus A13 into A33. A33 ഈക്വൽ 0 തെളിയിക്കാനാണ്. അപ്പം നമ്മൾ ഈക്വൽ 0 എന്ന് എഴുതി വെക്കരുത്. A11 എത്ര ആണ് ശ്രീപൂർണ്ണേ? 2. അപ്പോൾ 2 into A31 -12. A31 -12. ഓക്കെ, പ്ലസ് A12 -3 into A32 22. A32 22 plus A13 5 into A33 18. ഓക്കെ, അടുത്തത് ശ്രീപൂർണ്ണ. വിദ്യാലക്ഷ്മി ഉണ്ടോ? പറഞ്ഞാട്ടെ. 2 ഗുണം -12 -24 പ്ലസ് -3 into 22 66 -66 plus 5 into 18 90. ഓക്കെ, അടുത്തത് വിദ്യാലക്ഷ്മി. ശ്രാവൺ ശങ്കർ, ഇതിലെ ആദ്യത്തെ 2 നമ്പർ എന്ത് നമ്പരാണ്? സാർ, ആദ്യത്തെ രണ്ടും നെഗറ്റീവ് മൈനസ്. അത് രണ്ടോട് ആഡ് ചെയ്തിട്ട് ഉത്തരം പറഞ്ഞേ. -90 പ്ലസ് 90. ആൻസർ +90 -0. ഇതാണ് നമ്മൾ തിയറിക്കകത്തിലെ ഏറ്റവും അവസാനത്തെ നോട്ടായിട്ട് പഠിച്ചത്. എന്തുവായിരുന്നു ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത്? ഒന്നാമത്തെ റോയിലെ എലമെന്റുകളെ മൂന്നാമത്തെ റോന്റെ കോഫാക്ടറായിട്ട് മൂന്നാമത്തെ റോയിലെ എലമെന്റുകളുടെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തു. അതിന്റെ സം എടുത്തു. അപ്പോൾ നമുക്ക് ആൻസർ എന്തോ കിട്ടി?
0. 0 കിട്ടി. ഇതല്ലേ അശ്വിനി അവിടുത്തെ ലാസ്റ്റ് എക്സാമ്പിള്? ആ സാർ. ഓക്കെ, ഒരു സെക്കൻഡ്.